السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله مولانا العظيم. أدبوا أولادكم على ثلاث خصال: حب نبيكم وحب أهل بيته وقراءة القرآن. وصدق رسوله الكريم. موت العالم مصيبة لا تصد وظلمة لا تجبر وموت قبيلة أيسر من موت عالم. وصدق رسوله الكريم. വന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്തുക്കളെ, ഇവിടെ പങ്കെടുത്ത മഹാന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിനെ കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ട് വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി റബീഉൽ അവ്വലിൽ പങ്കെടുക്കാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. ഈ മഹത്തായ നിഅമത്തിനെ റബ്ബുൽ ഇസ്സത്തിനെ അങ്ങേയറ്റം സ്തുതിക്കാൻ നാം കടമപ്പെട്ടവരാണ്. അൽഹംദുലില്ലാഹ്. വരുന്ന റബീഉൽ അവ്വലിൽ ആർ, എന്ത്, എങ്ങനെ എന്നത് റബ്ബുൽ ഇസ്സത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനത്തെ നല്ല മജ്‌ലിസിൽ വെച്ചുള്ള ആളുകൾക്കുള്ള ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൽ മാത്രമാണ് ചെയ്യാവുന്നത്. കാരണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആലയുടെ ഖളാഅ് മാറ്റാൻ പറ്റിയ വസ്തുക്കൾ രണ്ടെണ്ണമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ദുആ, അതുകൊണ്ട് തീരുമാനങ്ങൾ മാറ്റാൻ അവകാശമുണ്ട്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ അങ്ങനത്തെ സ്ഥാപനങ്ങൾക്കുള്ള ദാനധർമ്മം. അസ്സദഖത്തു റബ്ബുൽ ബലാ, എല്ലാ മുസീബത്തിന് തട്ടാൻ പറ്റിയതാണ് സദഖ. പ്രാർത്ഥന സദഖമാണ്. അല്ലാഹുവിൻ്റെ തീരുമാനം മാറ്റി കിട്ടാൻ അവകാശപ്പെട്ടത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കൽ മാത്രമാണ് ആ വിഷയത്തിന് ഉള്ള പ്രതിവിധി. വരുന്ന റബീഉൽ അവ്വലിലും നമുക്കെല്ലാം കുടുംബസഹിതം നമ്മളെ സഹായികൾ, സ്നേഹിതന്മാർ, അവർക്കെല്ലാം വരുന്ന റബീഉൽ അവ്വലിലും പങ്കെടുക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നീണ്ട സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പല ആളുകളും ഇവിടെ സംസാരിക്കാനുമുണ്ട്, പല ദുആയും മജ്‌ലിസും അത് നടത്താനുണ്ട്. ഇന്ന് പല മേഖലയിലും പഴയകാലം മുതൽക്ക് തന്നെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ചില സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട് ഓട്ട മത്സരം, ചിലപ്പം കേൾക്കും ശാസ മത്സരം, ചിലപ്പം തീറ്റ മത്സരം. 5 മിനിറ്റ് കൊണ്ട് 10 മുട്ട എടുത്തും തിന്ന്, മറ്റവൻ 15 മുട്ട തിന്നു, നോൻ ജേതാവായി.
ഇങ്ങനെ പല മേഖലകളിൽ മത്സരം നടത്താറുണ്ട്. ഇപ്പം പരിഷ്കരിച്ച് കേട്ടത് ചുംബന മത്സരം. ഇങ്ങനെ പല ജാതി മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഹാന്മാർ പറഞ്ഞത് മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ മത്സരിക്കേണ്ട രംഗം അതൊന്നുമല്ല. മുസ്ലിമീങ്ങൾക്കുള്ള മത്സര രംഗം മഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയമാണ്. അതിൽ മത്സരിച്ച് 1-ാം സ്ഥാനം 2-ാം സ്ഥാനം 3-ാം സ്ഥാനത്തും കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം അതിന് കൂടുതൽ സ്ഥാനമുണ്ട്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ ചര്യ ഇഷ്ടപ്പെട്ട എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന, എന്നെ ഇഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ഹൃദയത്തിൽ പോരാ. അപ്പോൾ ഈ മത്സരരംഗമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. വേറെ മത്സരങ്ങളിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽക്കൊന്നും ഒപ്പം പോകാൻ കഴിയുമല്ലോ. അപ്പോൾ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങൾക്കുള്ള മത്സരരംഗം മഹാന്മാർ നിശ്ചയിച്ചത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മഹാന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. സ്വഹാബത്ത് ചെയ്തതും അങ്ങനെയാണ്. മനുഷ്യന് ഏറ്റവും വളരെയധികം ഇഷ്ടമുള്ള വസ്തു അങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 9 വസ്തുക്കൾ മനുഷ്യന് വലിയ ഇഷ്ടമുള്ളതായിരിക്കും. ഒന്ന് അവൻ്റെ മാതാപിതാക്കൾ, മറ്റ് അവൻ്റെ സന്താനം 2, മറ്റ് അവൻ്റെ സഹോദരന്മാർ 3, 4 അവർക്കുള്ള ഭാര്യമാർ, പിന്നെ മറ്റ് കുടുംബങ്ങൾ. ഇതൊക്കെ മനുഷ്യന് വലിയ ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ അവൻ സംഭരിച്ച സമ്പത്ത്, പിന്നെ തിജാറത്തും തഖ്ശൗന കസാദഹ, അവൻ്റെ കച്ചവടം. തമ്പുരാനായിട്ട് പൊട്ടിപ്പോകുമെന്ന് പേടിച്ച് എപ്പോഴും നിൽക്കുന്ന കച്ചവടം. മസാക്കിന് തർവൗനഹ, നിങ്ങൾ താമസിക്കുന്ന വീട്. ഇതൊക്കെയാണ് മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു. അതൊക്കെ എണ്ണി എണ്ണി പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, ഇങ്ങനെ എണ്ണീട്ട് ആ ഏറ്റവും പ്രധാനപ്പെട്ട മഹബ്ബത്തുള്ള വസ്തുക്കൾ എണ്ണീട്ട് അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലിഹി, അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും മഹബ്ബത്തുള്ളതാണ് അള്ളാഹിനെക്കാളും റസൂലിനേക്കാളും എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹിന്റെ ശിക്ഷ എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് കാത്തു നിൽക്കാവുന്നതാണ്. എല്ലാറ്റിനേക്കാളും മഹബ്ബത്ത് പുണ്യ നബിയോടായിരിക്കണം എന്നാണ് ഖുർആൻ ഹദീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സഹാബത്ത് മഹാന്മാർ അവരൊക്കെ ചെയ്ത് ചര്യയും അത് തന്നെയാണ്. ചരിത്രം നോക്കുകയാണെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ജറാഹ് തൻ്റെ സ്വന്തം പിതാവ് അബ്ദുല്ലാഹി ഇബ്നു ജറാഹിനെ ആണ് കൊന്നത്. എന്താ പുണ്യ നബിന്റെ എതിരാളിയായതുകൊണ്ട്. പാപ്പാനാണ് കുത്തി. പാപ്പാനേക്കാൾ എനിക്ക് വലുത് പുണ്യ നബിയാണ്. അത് പ്രകാരം തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദറിൽ അന്ന് സിദ്ദീഖിന്റെ മകൻ എതിർച്ചേരിയിലാണ്. പരസ്യമായിട്ടും ഒരു വെല്ലുവിളിച്ചിട്ട് ഇറങ്ങണ ഞാൻ കളിച്ചെനിക്ക് എന്ന് മഹാനവകൾ വെല്ലുവിളിച്ചത് കിതാബ് രേഖപ്പെടുത്തി. സ്വന്തം മകനെ ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേരെ സഹോദരൻ അബ്ദു ഇബ്നു ഉമൈറിനാണ് കുത്തി യൗമ ഉഹദിൻ ജ്യേഷ്ഠനാണ് കുത്തിയത്. എന്തിനു വേണ്ടി? പുണ്യനബിന്റെ എതിരാളിയായി വന്നപ്പോൾ
ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖതല ഖാലഹു അൽ ആസിബ് ഇബ്നു ഹിശാം. ആസിബ് ഇബ്നു ഹിശാമിനെ അമ്മാമനെ കൊന്നു. അപ്പൊ ഈ ഖുർആൻ ആയത്തിൽ പറഞ്ഞതുപോലെ ഇവരെക്കാൾ ഒന്നും ഞങ്ങൾക്ക്, തങ്ങളെക്കാൾ ഇവരൊന്നും ഞങ്ങൾക്കൊരു വിലയുള്ളതല്ല എന്നാണ് അത് തെളിയിച്ചത്. അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, ഇവരൊക്കെ അവരെ എളാപ്പാന്റെ മക്കളാണ് കൊന്നത്. ഉത്ബത്ത് ഷൈബത്ത് വൽ വലീദ് ഇവരെ. വസക്ക അബൂബക്കറിൻ അബാഹു അബാ ഖുഹാഫ, സ്വന്തം പിതാവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെവിട്ടത്തടിച്ചു. ബിസബ്ബിഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ഥലത്ത് വെച്ച് തങ്ങളെ ചീത്ത പറഞ്ഞ കേട്ട് കയറിയടിച്ചു. ഇതാണ് സഹാബത്തിന്റെ ചര്യ. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തങ്ങളെ സംശയിച്ചിട്ട് ഒരാള് ഒരു മുഅ്മിൻ ഉണ്ടാകുന്നില്ല. അതാ പരിശുദ്ധ ഖുർആൻ. അപ്പൊ ആ വിഷയത്തിലാണ് മത്സരിച്ച് നമ്മൾ മുന്നേറേണ്ടത്. അതിനുള്ള വഴി പറഞ്ഞത് മൻ അഹബ്ബ സുന്നത്തി, തങ്ങളെ ചര്യ മനസ്സിലാക്കുക. ആ ചര്യനെ ഇഷ്ടപ്പെട്ടാൽ അത് അഹബ്ബനി, എന്നിഷ്ടപ്പെട്ടു. അമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന, എന്റെ കൂടെ അവൻ സ്വർഗ്ഗത്തിൽ വരാം എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു. ഞാൻ നൗദി കേൾപ്പിച്ച ആയത്ത് വമൻ യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവിനും റസൂലിനും ഒരുത്തൻ കീഴ്പ്പെട്ടാൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവര് നബിമാരെ കൂടെ സിദ്ദീഖീങ്ങളുടെ കൂടെയും ശുഹദാക്കളെ കൂടെ മറ്റു സാലിഹ്യങ്ങളെ കൂടെയുമാണ്. വഹസുന ഉലൈക റഫീഖ, അങ്ങനെ സ്നേഹിതന്മാരാകാൻ ഏറ്റവും നല്ലവർ ഇവരാണ്. ദാലികുൽ ഫദ്ലു മിനല്ലാഹി വകഫാ ബില്ലാഹി അലീമാ എന്ന ആയത്ത്. ഈ ആയത്തിനെ പറ്റി അല്ലാമ റാസി തഫ്സീറുൽ കബീറിൽ പറഞ്ഞത്, ഈ ആയത്തിറങ്ങിയത് അൻസാരികൾപ്പെട്ട ഒരു സഹോദരന്റെ കാര്യത്തിലാണ്. അയാള് പുണ്യ നബിന്റെ മജ്ലിസിൽ വരും, ഉപദേശം കാര്യമൊക്കെ കേൾക്കും, പുറത്തു പോകും. പിന്നെ പുറത്തുള്ള പണിയൊക്കെ വേഗം തീർത്തിട്ട് പിന്നെയും തങ്ങളെ മജ്ലിസിലേക്ക് എത്തും. ഇതാണ് അയാളെ പതിവ്. അങ്ങനെ പതിവാക്കി പോന്നതിൻ്റെ ശേഷം ഒരവസരത്തിൽ അയാൾ അങ്ങോട്ട് പറയുകയുണ്ടായി, എനിക്ക് തങ്ങളെ മജ്ലിസിൽ ഇരിക്കൽ വലിയ ആനന്ദവും സന്തോഷമാണ്. തങ്ങളെ മജ്ലിസിൽ നിന്നാണ്ട് വിട്ടു നിന്നാൽ എനിക്ക് എൻ്റെ ആനന്ദമൊക്കെ പോയി. പിന്നെ ഒരു പൊറുതിയാണ്, ഇങ്ങോട്ട് തന്നെ മടങ്ങിയായിരുന്നു എന്ന് കമ്പത്തിലാണ് എൻ്റെ സ്ഥിതി എന്ന് ഈ മനുഷ്യൻ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം സംസാരികൾപ്പെട്ട ഇദ്ദേഹം തങ്ങളോട് പറഞ്ഞിട്ടാണ് എൻ്റെ സ്ഥിതി. തങ്ങളെ മജ്ലിസിൽ വരികയാണെങ്കിൽ എനിക്ക് വളരെ റാഹത്ത്. തങ്ങളെ മജ്ലിസിനോട് പിരിഞ്ഞു പോയാൽ ചില സമയത്ത് അല്പസ്വല്പം തോട്ടവും കാരക്ക തോട്ടവും മറ്റതൊക്കെ ഉള്ള ആളാണ്, ജോലിക്കൊക്കെ പോകേണ്ടി വരും. എന്നാലും വലിയ ബുദ്ധിമുട്ട്. പിന്നെ അതൊക്കെ തീർത്ത് വണ്ടി വരും തങ്ങളെ മജ്ലിസിലിരിക്കാൻ. അപ്പം എനിക്ക് ഇങ്ങനത് ഈ വിഷയം വന്നപ്പോൾ ഇതൊരു പ്രശ്നം വരുന്നുണ്ട്. ഇതിപ്പം ദുനിയാവിൻ്റെ സ്ഥിതി അങ്ങനെ പോട്ടെ, തങ്ങളെ മജ്ലിസിലിരിക്കാൻ സാധിക്കാത്ത സമയത്ത് വലിയ പ്രശ്നമുണ്ട് എനിക്കത്. പക്ഷെ എനിക്ക് ഇന്നെന്ന് വരുന്ന ഒരു സംശയം, മരണപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളാണെങ്കിൽ ഉയർന്ന മഖാമും സ്വർഗത്തിന് ഉദ്ഘാടകനുമാണ്.
ഞാൻ സ്വർഗത്തിൽ കടക്കൂല്ലേ എന്ന് തന്നെ ഒരു അന്തം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഞാൻ മരണശേഷം തങ്ങളെ കാണാനും ബന്ധപ്പെടാനും കഴിയുമോ ഇല്ലേ, ഈ ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യൻ, ഈ സഹാബി പറഞ്ഞു. അപ്പോൾ മരണശേഷം തങ്ങളേക്കും ബന്ധപ്പെടാൻ കഴിയുമോ ഇല്ലേ എന്ന, തങ്ങളേക്കും ഇവിടെ ദുന്യാവിൽ ബന്ധപ്പെടാൻ വളരെ കുറഞ്ഞ സമയം തന്നെ വേറിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മരണശേഷത്തിന് കഴിയുമോ എന്നൊരു ചിന്ത. അതിന് മറുപടിയായിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് അല്ലാമ റാസി പറഞ്ഞു. അള്ളാഹും റസൂലിന് കീഴ്പ്പെട്ടാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ ആയത്തിറങ്ങിയത് അദ്ദേഹത്തിൻ്റെ മറുപടി, അയാൾക്കൂട് നൽകിയ മറുപടി, അതായത് ശരിയായ താഴത്തും തഖ്വയുണ്ടെങ്കിൽ ഇന്ന ബന്ധപ്പെടുന്നു, അത് എല്ലാ അമ്പിയാക്കന്മാരോടും ബന്ധപ്പെടാൻ കഴിയും, എല്ലാ സിദ്ദീഖും ശുഹദാക്കളോടൊക്കെ വെച്ച് ബന്ധപ്പെടാൻ കഴിയും എന്ന ആയത്ത്. ഈ ആയത്ത് ഇയാളെ കാര്യത്തിൽ ഇറങ്ങിയതാണെന്ന് എല്ലാം റാസി രേഖപ്പെടുത്തി. ഈ ആയത്തിറങ്ങി വിവരങ്ങൾ കിട്ടിയപ്പം അൽഹംദുലില്ലാ, ഈമാൻ കിട്ടി മരിച്ചാൽ തങ്ങളെ കാണാൻ കഴിയുമല്ലോ എന്ന സമാധാനത്തിലാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ജോലിക്ക് മുമ്പിൽ പോയി. അങ്ങനെ ജോലിക്ക് പോവും, കഴിഞ്ഞ് വേണ്ടി വരും. ഒരു ദിവസം ഇയാളെ പറമ്പിൽക്ക് ഇയാളെ മകൻ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, വല്ലാത്ത ഓട്ടം. രണ്ട് വടമ്പും കാലും പെരടി കുത്തുന്ന ആദ്യ ഓട്ടം, കുസിയും മറ്റവരൊക്കെ തോറ്റുപോയി ആ ആദ്യ ഓട്ടം. പാഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ഇപ്പം മൊബൈൽ വേണ്ടത് എത്ര വർഷം ഇപ്പം ഇങ്ങനെ പറയുന്നു, ഇത് സാധാരണ ഉണ്ടാകാറില്ലല്ലോ. ഏതായാലും നമ്മുടെ വണ്ടി വിലയുടെ കത്ത് വണ്ടി വന്ന് വാപ്പാക്ക് സലാമത്ത് ചെല്ലിയാണ് പറഞ്ഞത് അള്ളാന്റെ റസൂൽ മരിച്ചിരുന്നു. ആ വിവരം അറിയിക്കാൻ വേണ്ടി മുറുക്കിയതാണ്, മുറുക്കി പാഞ്ഞതാണ്. ഇയാളോടെ ചെയ്ത പണി പിന്നെ ഇമാം റാസി രേഖപ്പെടുത്തിയത്. അയാളെ കൈക്കോട്ടും മകും വേറൊക്കെ കണ്ടു ഒരൊറ്റ ദുആ കണ്ട് കഴിയും. അല്ലാഹുമ്മ അഅ്മിനി ബസരി, അല്ലാഹുമ്മ അഅ്മിനി ബസരി, അല്ലാഹുമ്മ അഅ്മിനി ബസരി. എൻ്റെ കണ്ണ് തമ്പുരാനെ ഇപ്പം പൊട്ടിച്ചേരണം. ഇയാളാണ് കാരണം. ഫഅമിയ ബസറുഹു, അവിടെ വെച്ചിട്ട് വെള്ളം. അതിന് അദ്ദേഹം കാരണം പറയുന്നത് ഇമാം റാസി പറഞ്ഞില്ലേ, അല്ല അറ ശൈഅൻ ബഅദ, തങ്ങളെ ശേഷം തങ്ങളെ തമസ്സൊന്നും കാണില്ല. അവർക്ക് ഇവിടെ കള്ളമൊക്കെ ഞങ്ങളുണ്ട്, ആകാശം കണ്ടുകൊണ്ട് ഞാൻ ആകാശം സൂര്യൻ കണ്ടുല്ലോ, എല്ലാം കണ്ടുല്ലോ. ഇനി എനിക്കാതൊന്നും തങ്ങളെ കാണൂല എങ്കിൽ കാണണ്ട, എൻ്റെ കണ്ണിപ്പം പൊട്ടിച്ചേർന്ന തമ്പുരാൻ ഇയാളാണ് പറയുന്നത്. ഉടനടി കണ്ണുപൊട്ടി എന്ന് റാസി അവിടെ രേഖപ്പെടുത്തി. അങ്ങനെ ഈ മകൻ കുരുടന്മാരെ കൈപിടിച്ച് പോണ മാതിരി തങ്ങൾ ഒഫാത്തായ സ്ഥലത്ത് കണ്ടുകൊണ്ടേ. എന്നിട്ട് ഇമാം റാസി പിന്നീട് തുറന്ന് പറയണത്, ഈ മനുഷ്യൻ തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബത്ത് വെച്ച ഹുബ്ബൻ ശദീദൻ, പുണ്യനബിയോട് അത്ര വലിയ മഹബത്ത് അദ്ദേഹം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടന്നു എന്നാണ് റാസി പറഞ്ഞു. കടക്കാനൊക്കെ പോകണേ ഉള്ളൂ, എന്നെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയരുത്. അദ്ദേഹം തങ്ങളോട് കൂടെ സ്വർഗത്തിൽ കടന്നു എന്നാണ് ആ ഉദ്ധരണി അവസാനിപ്പിക്കുന്നത് ഇമാം റാസി ഈ ആയത്തിൻ്റെ തഫ്സീർ. അപ്പോൾ സഹാബത്തിൻ്റെ മഹബത്ത്, സഹാബത്തും തങ്ങളുമായിട്ടുള്ള ബന്ധം, എല്ലാറ്റിനേക്കാൾ തങ്ങൾ ഏറ്റവും മെഹബൂബാവണം. അപ്പോൾ തങ്ങളെ ചര്യകൾ ശരിക്കും മനസ്സിലാക്കിയതനുസരിച്ച് നീങ്ങണം. ഒരുത്തൻ്റെ പെണ്ണുങ്ങളോട് വലിയ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്നു കേൾക്കുമല്ലോ എന്നതുപോലെ ഇഷ്ടത്തിന് തെളിവാണ് ആ വ്യക്തി പറയുന്ന അപ്പടി കേൾക്കും. അപ്പം മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അപ്പം പുണ്യനബിയുടെ ശരീരം മുറുകെ പിടിക്കുക,
എന്നാൽ എവിടെ രക്ഷം, എവിടെ വിജയം? അതാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അതിന് മത്സരിച്ച് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഒക്കെ നേടാൻ നമ്മൾ ശ്രമിക്കണം. മറ്റുള്ള മത്സരങ്ങളൊക്കെ എന്ത് മത്സരം? ഒക്കെ തോട്ടിച്ചാടുന്ന മത്സരം എന്നല്ലാതെ. പുണ്യനബിയോടുള്ള മഹബത്ത്, പുണ്യനബിൻ്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കഴിഞ്ഞോടത്തോളം നമ്മൾ ചെയ്തു. ഇങ്ങനെയാണ് തങ്ങളും നമ്മളുമായിട്ടുള്ള മഹബത്തിന് പരിശുദ്ധ ഖുർആൻ, ഹദീസ് ശരീഫൊക്കെ വ്യാഖ്യാനിക്കണം. ആ മഹത്തായ മാസത്തിലാണ് ഇപ്പം നമ്മൾ നിലകൊള്ളുന്നത്. അപ്പം നാടന്മാർ ഇതിനൊക്കെ എതിർക്കും. വിവരം കുറഞ്ഞ ആളുകൾ മൗലവിമാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൗലൂദും മറ്റും മറിച്ചൊക്കെ ഇതെല്ലാം സിദ്ദീഖ് ചെയ്തിരുന്നോ അല്ലെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നൊക്കെ ചോദിച്ചു. എന്നൊക്കെ ഞങ്ങൾ വേജാറാണ്ട് അത് പുളക്കിങ്ങി പീങ്ങി സിദ്ദീഖ് എന്നോട് ചോദിച്ചാൽ മതി. ചില പുളകിങ്ങി നേരത്തെ സിദ്ദീഖ് നല്ലത് ഇന്നലെ ചാറുണ്ടാക്കിയത് ചേമ്പത്തോട് പറഞ്ഞ കേട്ട് മറുപടിയോ ചെയ്യുമ്പത്തന്നെ അപ്പൊ ചോദിച്ചാൽ മതി. ഇനി കുറച്ച് മൗലികയും മറ്റും മൗലികന്മാരെ കുറച്ച് ഇവരോടും ചോദിച്ചാണെങ്കിൽ ഇതൊക്കെ തങ്ങൾ ചെയ്തുമോ? നിങ്ങളെ പള്ളിയിലൊക്കെ ഖുർആൻ ഇങ്ങനെ അട്ടിക്കച്ചുണ്ട്. 1 ജുസുണ്ടോ 2 ജുസുണ്ട് 4 ജുസുണ്ട് 5 ജുസുണ്ട് ഒക്കെ ജിൽദുകൾ, ഖുർആന്റെ ജിൽദൊക്കെ ഞങ്ങളെ പള്ളിയിലൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു റസൂലിന്റെ പള്ളിയിലുണ്ട് ഞങ്ങളെ കാലത്ത് ഉസാ പള്ളിയിൽ. എന്തൊക്കെയാണ് ചോദിച്ചത്? വിവരമുള്ളതെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ചോദിച്ചാൽ അതിപ്പം അമ്മാരി ചോദ്യം ചോദിച്ചാൽ പിതാവൊന്നും തോന്നിക്കൊള്ളുന്നില്ല. അഞ്ചാരി താടി ഒന്നായിട്ട് പഠിച്ച് നടക്കലുണ്ട്. സുമാറുള്ളതയോ പോകാനും നാടൻ ചോദ്യം നമ്മളോട് ചോദിച്ചത്. പിന്നെ അവർ വലിയൊരു ചോദ്യം ചോദിക്കാതെ സാധാരണ പറയാറുള്ളത് തങ്ങൾ മൗലൂദിനോ സഹാബത്ത് മൗലൂദ് ഓതിയണോ എന്നൊക്കെ സാധാരണ ചോദിക്കൽ നാടൻ ചോദ്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ജലസ നാസുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ സഹാബിമാരിൽപ്പെട്ട കുറെ ആള് പള്ളിയിലിരുന്നു. ഫഖറജ, അപ്പോൾ അവിടെ ഇരുന്നപ്പം തങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക. ഹത്താ ധന മിൻഹും, അവരോട് അടുത്ത് തങ്ങൾ എത്തിയപ്പോൾ സമിഅഹും, അവർ പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുന്നുണ്ട്. അപ്പൊ ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ജലസ നാസും മിൻ അസ്ഹാബി റസൂലില്ലാഹി, തങ്ങൾ അസ്ഹാബിൽപ്പെട്ട കുറേ ആള് പള്ളിയിലിരുന്നു. ഫഖറജ, എല്ലാവരും ഇരുന്നതിൻ്റെ ശേഷം തങ്ങൾ പള്ളിയിൽ നിൽക്കേണ്ടി വന്ന്. ഹത്തായിദ ദനാ മിൻഹും, അങ്ങനെ അവരോട് തങ്ങളുടെ അടുത്ത് വന്നപ്പം സമിഅഹും, അവരെ കേട്ടു. യതദാക്കറൂന, തമ്മിൽ അവരിങ്ങനെ സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? ഖാല ബഅദുഹും ഇത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം നബീനെ അല്ലാഹു ഖലീലാക്കിയിട്ടുണ്ട്. വഖാല ആഖറു, മറ്റേ ആള് പറയുന്നു, മൂസ കല്ലമഹുല്ലാഹു തക്ലീമ, മൂസാ നബി അല്ലാഹുവോട് സംസാരിച്ച ആളാണ്. വഖാല ആഖറു ഫഈസ കലിമത്തുല്ലാഹി വറൂഹുഹു, സഹാബി പറഞ്ഞു, മൂസ ഈസാ നബി അള്ളാഹിന്റെ കലിമത്താണ്, അള്ളാഹുവിന്റെ റൂഹുമാണ്. വഖാല ആഖറു, മറ്റൊരാള് പറഞ്ഞു, ആദമു ഇസ്തഫാഹുല്ലാഹു,
ആദം നബിനെ അള്ളാഹ് തെരഞ്ഞെടുത്ത ആളാണ്. അങ്ങനെയൊക്കെ ആയപ്പോൾ റജഅ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുത്തിക്കെടുത്തി. വഖാല തങ്ങൾ പറഞ്ഞു, ഖദ് സമിഅ്തു കലാമക്കും, നിങ്ങളിവിടെ ഓതി കലാമൊക്കെ ഞാൻ കേട്ടു. വഅജബക്കും, നിങ്ങൾ അത്ഭുതപ്പെടുന്നതും ഞാൻ കേട്ടു. ഇന്ന ഇബ്രാഹിം ഖലീലുല്ലാഹി എന്ന് നിങ്ങൾ പറഞ്ഞു. ഓ കദാലിക, ശരിയാണ് ആ പറഞ്ഞു. അപ്പോൾ മൂസ നജിയുല്ലാഹി എന്ന് നിങ്ങൾ പറഞ്ഞു. ഓ കദാലിക. ഈസ റൂഹുല്ലാഹി, ഈസാ നബി അള്ളാന്റെ റൂഹാണെന്ന് നമ്മൾ പറഞ്ഞു. ഓ കദാലിക. ആദം ഇസ്തഫാഹുല്ലാഹ്, അള്ളാഹ് തെരഞ്ഞെടുത്ത ആളാണ് ആദം നബി. ഓ കദാലിക, ശരിയാണ് ആ പറഞ്ഞത്. എന്റെ അവസാനം നിങ്ങൾക്ക് പറയില്ല. അല്ല, നിന്റെ മോലും ഞാൻ ഓടുന്ന കൂട്ടത്തിൽ. അല്ല, ആന ഹബീബുല്ലാഹി, ഞാൻ അള്ളാന്റെ ഹബീബാണ്. ഖലീലിനേക്കാൾ ഓവർ ബന്ധാണ് ഹബീബിന്. വലാ ഫഖ്റ, ഫൗറും ഡമ്പെന്ന് പറയല്ല. വാന ഹാമിൽ ലിവാഇൽ ഹംദി, ലിവാഉൽ ഹംദ് പിടിക്കണ ഞാനാണ് യൗമുൽ ഖിയാമ. തഹ്തഹു ആദം വമൻ ദൂനഹു, ആദം നബി അലൈഹിസ്സലാം അതിൻ്റെ കീഴിലുള്ള ആളുകളൊക്കെ ആ കൊടിൻ്റെ കീഴിലായിരിക്കും. വലാ ഫഖ്റ. വാന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഅ, ആദ്യം ശഫാഅത്ത് ചെയ്യുന്നവനും ആദ്യം ശഫാഅത്ത് സ്വീകരിക്കണവും ഞാനാണ്, എന്നെയാണ്. വലാ ഫഖ്റ. വഅന അവ്വലു മൻ യുഹർരികു ഹലഖൽ ജന്ന, സ്വർഗത്തിൻ്റെ ഉദ്ഘാടകനാണ് ഞാൻ. ഒരു ബന്ധുപക്ഷമുള്ളതാണ്. ഒരു എഞ്ചിനീയർ ഒരു വീടെടുത്ത് എടുപ്പെടുക്കുകയാണെങ്കിൽ ഇത്ര അതിൻ്റെ നീളം വീതി മറ്റോ പറയുമല്ലോ. സ്വർഗത്തിൻ്റെ നീളം വീതി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അറളുഹ സമാവാത്ത് വൽ അറുവ്, 7 ആകാശം ഭൂമിയിൽ ചേർത്തി വെച്ചാൽ എത്രയാണ് അതിൻ്റെ വീതി, എത്രയാണ് അതിൻ്റെ വലിപ്പം, അതാണ് അതിൻ്റെ വീതി, സ്വർഗത്തിൻ്റെ വീതി. അറളുഹ സമാവാത്ത് വൽ അറുവ്. അങ്ങനത്തെ സമാവാത്ത് അറിവിൻ്റെ വീതി പൊക്കണ അത്ര മഹത്തായ മനോഹരമായ ബിൽഡിങ് നമ്മൾ ദുനിയാവിൽ പല പള്ളികളും സാധാത്തുക്കളും ഉയർന്ന ആളുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ ബിൽഡിങ് സ്വർഗാണല്ലോ. അങ്ങനെ അവലുമായി ഹരിക്കും ഹലക്കൽ ജന്ന, അതിൻ്റെ വാതിൽ എന്താ കടച്ചിട്ട് തുറക്കൂ എന്ന് പറഞ്ഞ ഞാനാണ്. അവിടെ പാറാവ് വലിയ ശക്തിയുണ്ട്. മലക്കുകൾ ചോദിക്കുന്നത് മന്നെന്താ നീ ആ അന മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദും റസൂലുള്ളാഹിയാണ്. ആ നാളെ കാത്തിക്കാണ്, വേറെ ആരെങ്കിലും അടുക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയതാണ്. ഇപ്പൊ ഫതഹല്ലാഹു ലീ, അങ്ങനെ അല്ലാഹു തആല എനിക്ക് തുറന്നു തരും. അങ്ങനത്തെ ആളാണ് ഞാൻ. മൗലൂദ് തങ്ങളെ മൗലൂദ് നമ്മളോട് കൂടി. അപ്പോൾ ഇവർ ചോദിച്ചാൽ നിങ്ങൾ ഈ മൗലൂദ് വയ്ക്കല്ലോ, സിദ്ദീഖ് ഏത് മൗലൂദ് ചോദിച്ചേ, ഉമറുകളുടെ ഒരു മൗലൂദ്, തിരുമ്പതി മൗലൂദാണെന്ന് പറഞ്ഞാൽ മതി. ഇമാം തിരുമ്പതി ഉദ്ദേശിച്ച ഹദീസാണ്. ഇപ്പോൾ എല്ലാവരും മൗലൂദ് തങ്ങൾ ഓതി. അപ്പോൾ ചില ആളുകളൊന്നും ചോദിക്കും എന്താ ഓതിയ മൗലൂദ്, മങ്കൂസോ അതോ മറ്റേ ചഫപ്പലാനമാണ്, അതൊന്നുമല്ല, ഇത് തിരുമ്പതി മൗലൂദാ ഓതി എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ഓരോ ഞൊണ്ടി ന്യായങ്ങളൊക്കെ പറയുമെന്നല്ലാണ്ട് മുന്നേ നബി മുതൽ മധുഹ മഹാന്മാരെ മധുഹ പറഞ്ഞു പോരൽ വളരെയധികം അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അപ്പം അതൊക്കെ വളരെ ജോറായിട്ട്. പിന്നെ പുണ്യ നബി പറഞ്ഞ മറ്റൊരു ഹദീസും കൂടി ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു. അദ്ദിബു ഔലാദക്കും അലാ സലാത്ത് ഖിസാൽ, കുട്ടികൾ അവർക്ക് നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആക്കി അവരെ മാറ്റണം. 3 കാര്യം അവർക്ക് സ്പെഷ്യലായിട്ട് പഠിപ്പിക്കണം. ഹുബ്ബി നബിയിക്കും വഹുബ്ബി അഹ്ലി ബൈത്തിഹി വതിലാവത്തിൽ ഖുർആൻ, നബിനുള്ള മഹബ്ബത്ത് അവരെ ഹൃദയത്തിൽ അങ്കുരിപ്പിക്കണം. നബി കുടുംബത്തോടുള്ള മഹബ്ബത്തും അവരെ ഹൃദയത്തിൽ നിന്ന് നട്ടു വളർത്തണം. വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യണം. അതും 3 കുട്ടികൾക്ക് വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച് ശീലിപ്പിക്കണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.
മൂന്നും അവരങ്ങേയറ്റം ഉയർത്തുന്നതാണ്. അതിനാണ് ഇപ്പോൾ സമസ്തയും ബാറിലൊക്കെ കുടിയിട്ട് കുട്ടികളങ്ങനെ പല ആളുകളും നാരങ്ങയിട്ടും പഞ്ചാരകളായിട്ടും ഒക്കെ ഇല്ല. ഓലെ ഹൃദയത്തിൽ അങ്കുരിപ്പിക്കാൻ കഴിയുള്ളൂ. ആളെ അവസാനം കുറേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ വീഴ്ത്താളൊന്നായിട്ടും ജാഥ പോയിരുന്നു, തങ്ങളെ മേലെ സ്വലാത്തിൽ പോയിരുന്നു, അപ്പാരും ഒക്കെ ഞങ്ങൾ പിന്നിലുണ്ടായിരുന്നു. ഇതൊക്കെ ആ ചെറുപ്പത്തിലേ ശേലാക്കി പോരുക. അങ്ങനെ അവരെ ഹൃദയത്തിൽ ഈ 3 വിഷയം വളരെ സ്പെഷ്യലായി നിങ്ങൾ അംഗീകരിച്ച് പോരണം എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന് അടിത്തറയാണത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഭാഗമൊന്നും അതേമാതിരി തന്നെ കുട്ടികൾ ഈ നിലക്ക് 3 വിഷയത്തിൽ അടിയുറപ്പിച്ച് വളർത്തണം എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇങ്ങനെ നമ്മൾ കാക്കക്കാരനെ പല മഹാന്മാർക്ക് ചെയ്ത കാര്യം വളരെ അർത്ഥവത്തും രേഖയുള്ളതുമാണ്. ഇത് പഠിക്കാത്ത ആളുകൾ പല ന്യായങ്ങളും പറയും, അതൊക്കെ ശുദ്ധല്ലേ അതല്ല എന്നൊക്കെ. അപ്പം അതിലൊന്നും പെട്ടുപോകാതെ റബീഉൽ അവ്വലൊക്കെ വന്നാൽ നമ്മൾ കുട്ടികൾക്ക് ഒപ്പം പോയിട്ട് ജാഥയിൽ നടന്നിട്ട് അവരുടെ ഹൃദയത്തിൽ ഈ മഹബത്ത് നമ്മൾ നട്ടു വളർത്തണം. അതിനാണ് ഇപ്പോഴൊക്കെ ചെയ്യുന്നത്. ആ പുണ്യ നബിയുള്ള മഹബത്താണ് നമുക്ക് ഏറ്റവും വലുത്, മാതാപിതാക്കൾക്കും മറ്റുള്ളതിനൊക്കെ. അതാണ് സാക്ഷാൽ മഹബത്ത്. അതിൽ മത്സരിച്ച് ഫസ്റ്റും സെക്കൻഡൊക്കെ തേടാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആഫാത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ടെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മളെ ഉമർ മുസ്ലിയാർ പറഞ്ഞ് ഈ പരിപാടിൻ്റെ ഉദ്ദേശം യമാനിയക്കുള്ളൊരു സമ്പത്തുണ്ടാക്കലാണ്. അതൊരു സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണല്ലോ. ഈ ദാനധർമ്മങ്ങൾ എന്നത് കൊടുത്ത മേഖലക്കനുസരിച്ച് അതിൻ്റെ പുണ്യം, എല്ലാ ദാനധർമ്മത്തിനും സമമായ പുണ്യമല്ല എന്ന് പറഞ്ഞിട്ട് മഹാന്മാർ പറയുന്നത് അല്ലാമ സുയൂത്തി തങ്ങൾ അൽ ഖുമാസി എന്ന കിതാബിൽ പറഞ്ഞത്. സദഖകൾ കൊടുത്ത മേഖലക്കനുസരിച്ചാണ് ഇതിൻ്റെ പുണ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഉറുപ്പ്യ എടുത്ത് സദഖ ചെയ്തു. ദൃഹമെന്ന് അവിടെ അവർ പറയുന്നത് ഒരു ഉറുപ്പ്യാണ് സദഖ ചെയ്താൽ ആർക്ക് കഴിവില്ലാത്ത ഒരാരോഗ്യമുള്ളവനെ, കഴിവൊന്നും അല്ലാതില്ല, ഒന്ന് അധ്വാനിക്കാൻ കഴിയും, ഒരു ഉറുപ്പ്യാണ് കൊടുത്തു. ഇവൻ്റെ ഏട്ടിൽ അത് സ്വീകരിച്ചില്ലെങ്കിൽ 10 എന്ന് എഴുതി, 10 ഗുണം. അതേ ഉറുപ്പ്യ തന്നെ അധ്വാനിക്കാൻ കഴിയാത്ത ഒരാൾക്കാണ് കൊടുത്തു. അവിടെ ഈ ഉദാഹരണം ഇവർ പറഞ്ഞത് കൽ അഅ്മാ ജമീൻ, കുരുടൻ വാദം പിടിച്ച് സൈഡ് കഴിഞ്ഞവൻ ജോലിക്ക് ചെയ്യും, അവനാണ് ഒരു ഉറുപ്പ്യ കൊടുത്തത്. 90 അതിൻ്റെ കൂലി ചെയ്തത്, മറ്റേ 10 എന്നാണ് എഴുതിയത്. കുടുംബത്തിൽ കുഴങ്ങിയ ഒരാൾക്കാണ് അത് കൊടുത്തത് എങ്കിൽ ആ ഒരു ഉറുപ്പ്യ 900 അതിൻ്റെ കൂലി ചെയ്തത്. കൊടുത്ത മേഖലയ്ക്ക് വ്യത്യാസം കുറുക്കും തന്നെ. മാതാപിതാക്കൾപ്പെട്ട ഒരാൾക്കാണ് ഒരു ചെലവ് കൊടുക്കൽ നിർബന്ധം ഒരിക്കൽ കഴിയില്ലെങ്കിൽ അതിൻ്റെയൊക്കെ പുറമെ ഒരു ഉറുപ്പ്യ ഉമ്മാക്കാണ്ട് കൊടുത്ത് സദഖയായിട്ട് 1,00,000 അതിൻ്റെ കൂലി ചെയ്തത്. പിന്നെ മഹാനവറുകൾ പറയുന്നത് ദീനീ ഉലൂമ് പഠിപ്പിക്കാൻ വേണ്ടി ആണ് ആ ഒരു ഉറുപ്പ്യ ചെലവഴിച്ചത് എങ്കിൽ 9 ലക്ഷം എന്നാണ് അതിൻ്റെ പുണ്യം എഴുതുന്നതെന്ന് അല്ലാമ സുയൂത്തി തങ്ങൾ അദ്ദേഹം ഖുമാസി എന്ന കിതാബിൽ രേഖപ്പെടുത്തി. പിന്നെ അവിടെ മുമ്പ് മുകളിൽ ജൽപ്പണി കഴിഞ്ഞ് ആ ഉദ്ധരണി തന്നെ കഴിഞ്ഞു. ഇതിനർത്ഥം ആകാശത്തിൻ്റെ ഈ ഭൂമിൻ്റെ മുകളിൽ ഇൽമിന് സഹായിക്കുന്നതിനെ കമച്ചു വെക്കുന്നൊരു മേഖലയില്ല എന്നാണ് മഹാന്മാർ സ്ഥിതി. കാരണം പുണ്യനബിയുടെ കാരണം പറഞ്ഞാൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാണ് അറിവ്. ഇസ്ലാം ഇല്ലെങ്കിൽ, ഇൽമില്ലെങ്കിൽ ഇസ്ലാമില്ല. കൽക്കത്തയിലും ആസാമെന്ന് കുറേ ആളുകൾ ചിലപ്പം ഞങ്ങളടുത്ത് വന്ന് ഞങ്ങൾക്കറിയും, ദാറുദയിലൊക്കെ കമ്മിറ്റി എടുത്ത് വരലുണ്ട്, ഇല്ലെങ്കിലും ഒരാളും ആ ഭാഗത്തുണ്ട്. ഞങ്ങളവിടെ ഒരു മദ്രസയും കൂടി ഇല്ല. നമ്മൾ കുട്ടികൾക്ക് ഫാത്തിഹ ശരിക്ക് പഠിക്കാനുള്ളൊരു വഴിയില്ല. അപ്പോൾ ഞങ്ങൾ വളരെ ബേജാറായിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങളുണ്ട്, അതൊക്കെ തന്നുകാണ്ട് കുറച്ച് പൈസ കൊണ്ട് ചെലവാക്കി ഞങ്ങൾക്കൊരു മദ്രസയും മറ്റും കുറച്ചൊക്കെ ഉണ്ടാക്കി തരണം
എന്ന് പല നിലക്ക് ആവശ്യപ്പെട്ട് കുറേ മദ്രസ ഉണ്ടാക്കി വരികയാണ് ഇപ്പോൾ. അപ്പോൾ ഒന്നില്ല എന്ന് വന്നാൽ എൻ്റെ ഖേദം ഇല്ലാതായി വെക്കണം. 10,000-ഓളം വരുന്ന മദ്രസകൾ സമസ്തയുടെ കീഴിലുണ്ട്. അവർ പറഞ്ഞത് നിങ്ങളെ പോലത്തെ നിങ്ങളുടെ നാട്ടിലുള്ള സമസ്ത ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് കാണാൻ ഞങ്ങൾക്ക് പോലും ചുക്കും അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കൊന്ന് നിൽക്കാനും മറ്റൊക്കെ കുറച്ച് പഠിപ്പിച്ച് ഒരു മനുഷ്യ സ്വഭാവത്തിലാക്കി തീർക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ആയിട്ട് ചോദിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇൽമും ദീനി പഠനം ഇല്ലെങ്കിൽ ഗതികളും വളരെയധികം ഖേദത്തിൽ വരും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ ആ മഹത്തായ പരിപാടി വേഗം വിജയിക്കും. ഇവിടെ കാണുന്ന 10,000-ൽ പരം മദ്രസകൾ തന്നെ ഗവൺമെൻറ് വരെ നാണിക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങളുണ്ടാക്കിയതാണ്. ഓരോരുത്തരെ ചുറ്റും മറ്റും വർഷമൊക്കെ ഒന്ന് വയത് പറഞ്ഞുണ്ടാക്കിയ കാലഘട്ടം പ്രായമുള്ള ആളുകൾക്ക് അറിയും. അപ്പം അങ്ങനത്തെ മഹത്തായ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം കഴിവത് അത് സഹായിക്കണം. കുഞ്ഞുനബി പറഞ്ഞു, മനുഷ്യൻ പറയും എപ്പോലും ആകാം മാലി മാലി. മനുഷ്യങ്ങനെ പറയും എൻ്റെ മോലും എവിടെ മോല് കുഞ്ഞുനബി ഒന്നൊന്ന് കയറി വേണ്ട, ആരും അവകാശികളില്ല. എടുത്തു കയറിയത് വേണ്ടതാണ്, കൊടുത്തു സൂക്ഷിച്ചത് വേണ്ടതാണ്. ഇതല്ലാത്ത എവിടെ മുതൽ എന്ന് മഹാനായ നബിക്കരയും സ്വന്തം. അപ്പം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് ഇങ്ങനത്തെ പുതിയ വലിയ വലിയ ഹൈറായ വിഷയങ്ങൾ ചെയ്താൽ അവർക്ക് വലിയ നേട്ടമാണ്. അപ്പോൾ ഈ സംരംഭത്തിൽ നിങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണം. അങ്ങനെ മഹത്തായിരിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് സഹായം എന്നുള്ള നിലക്കാണ് ഈ പരിപാടി ഉറപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹു ആ പരിപാടി വിജയിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഈ കൂടലും ഈ പ്രവർത്തനം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ ആഫാത്ത് ഇടങ്ങേറും മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. കച്ചവടങ്ങളിൽ ഏർപ്പാടുകളിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചൊരിച്ചു തരട്ടെ. അവസാനം കലിമത്ത് തൗഹീദ് ഉറക്ക ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കും. അസ്സലാമു അലൈക്കും.